എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ ചോറ്, പിന്നെ നമുക്കറിയാമല്ലോ മാമ്പഴ പുളിശ്ശേരി. ഇത് കണ്ടാൽ തന്നെ അറിയാം, മാമ്പഴ പുളിശ്ശേരി. പിന്നെ കപ്പ, അതായത് കൊള്ളി കപ്പ ഉപ്പേരി. ഇത് വഴുതിരിങ്ങ പൊരിച്ചത്, വെള്ളം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോറ്റുപാത്രം. വരൂ, കഴിക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാം മക്കളെ. മാമ്പഴ പുളിശ്ശേരി കൂട്ടി നമുക്ക് ചോറുണ്ണാം. ചൂടുണ്ട്, കറിയൊക്കെ ഉപ്പേ ആയുള്ളൂ. കപ്പ കുറേ നാളുകളായി കഴിച്ചിട്ട്. എനിക്ക് കപ്പ കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചിൻ്റെ അകത്ത് ഒരു എരിച്ചിൽ, പുകച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ കഴിക്കാറില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കപ്പ. ഇപ്പോൾ ഒരു കൊല്ലത്തിന് മേലെ ഉണ്ടാവും കഴിച്ചിട്ടിട്ടാണ്. പക്ഷെ കപ്പ പോരാ, വേവും കുറവാ, പിന്നെ രുചിയില്ല. നമ്മൾ കപ്പ കഴിക്കുമ്പോഴും കൂർക്ക കഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ വായിലേക്ക് വരും. അത് ഇതിനില്ല, നിലവാരം കുറഞ്ഞ കൊള്ളിയാണ്. അപ്പോൾ ചൂടാ മക്കളെ, മാങ്ങണ്ടി ചൂടാ. മാങ്ങണ്ടി ചൂടാ. ഇനി മാങ്ങൻ്റെ അടുത്ത് കഴിക്കൂ എന്ന് പറയണ്ട, ചൂടാട്ടാ. അത് കാരണം കഴിക്കാത്ത. ചൂടാറിയിട്ട് ഞാൻ കഴിക്കാം. പിന്നെ വഴുതിരിങ്ങയെ കുറിച്ച് പിന്നെ ഒന്നും പറയണ്ട. ഇതിൽ വളം മരുന്നൊന്നുമില്ലല്ലോ, നമ്മളൊരുണ്ടായതല്ലേ. അപ്പോൾ അതിൻ്റെ രുചിയുണ്ട് ഇതിന്. സൂപ്പർ. വിശപ്പൊക്കെ അടങ്ങി മക്കളെ.
അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു പശുവും ഒരാടും ഉണ്ടായിരുന്നു. ഇദ്ദേഹം പശുവിനെ പറമ്പിൽ കെട്ടിയിട്ട് ചാണം വാരാനായി കുമ്പിട്ട് ചാണം വരുമ്പോൾ പുറകിലെ കാല് കൊണ്ട് പശു ഇയാളെ ഇടിച്ച് തെറിപ്പിച്ചു. അയാൾ ചെന്ന് വീണത് ഒരു ചാണക്കുഴിയിലായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കയ്യോ കാലെടുത്ത് ഉയർത്താനോ അതിൽ നിന്ന് എഴുന്നേറ്റ് പോരാനോ ആൾക്ക് പറ്റിയില്ല. ദിവസങ്ങളോളം പട്ടിണിയിലായിട്ട് ആളവിടെ കിടന്നു, അവസ്ഥനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളർത്തുന്നത്. അപ്പോൾ ആ ആട് ഇതെല്ലാം കണ്ടു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ആട് എന്ത് ചെയ്തു, ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി കിടക്കും. ഒരു പാത്രം കടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് അവിടെ കാട്ടി കൊടുത്തു. അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പാല് കുടിച്ച് വിശപ്പടക്കാനാണെന്ന്. അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ പാല് കറന്ന് കുടിച്ചു. അങ്ങനെ പിന്നീട് നാട്ടുകാർ കണ്ടെത്തുകയും ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മനുഷ്യർ നമ്മുടെ ഇടയിലും. നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ സഹായിക്കുകയും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അവരാണ് എല്ലാം എന്ന് കരുതി നമ്മൾ ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം പുറം കാലുകൊണ്ട് ഈ പശുവിനെ പോലെ ചവിട്ടി തെറിപ്പിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ സ്നേഹം മാത്രം ആഗ്രഹിച്ച് നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതിനോടൊപ്പം നിൽക്കാവുന്ന വ്യക്തികളും നമുക്കൊപ്പമുണ്ട്. ഈ ആടിനെ പോലെ ഈ രണ്ട് മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആലോചിക്കുക, ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടൺ ചൂന്ന് ബട്ടൺ ഒന്ന് അമർത്തണം. എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.